നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. BJP ഏതെല്ലാം സംസ്ഥാനത്ത് സഖ്യം കൂടി അധികാരത്തിലെത്തിയിട്ടുണ്ടോ, അതിപ്പോൾ പഞ്ചാബിലായാലും ഒഡീസയിലായിരുന്നാലും മറ്റു പ്രദേശങ്ങളിലായിരുന്നാലും, എടുത്തു പറയേണ്ടത് മഹാരാഷ്ട്രയിൽ ശിവസേനയുമായി സഖ്യം കൂടിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഈ സഖ്യം വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ BJPയുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് ഒരു ഇത്തിള് പോലെ, ഒരു പാരസൈറ്റ് പോലെ നുഴഞ്ഞു കയറി അഭയം കൊടുത്ത പാർട്ടിയെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ശിവസേനയെ പിളർത്തി നശിപ്പിച്ച് പിച്ച് ചീന്തിയപ്പോഴും വളരെയധികം കംഫോർട്ടബിളായി രാജ്യത്തെ ഏറ്റവും വലിയ കോർപ്പറേഷനായ ഏഷ്യയിലെ തന്നെ ഏറ്റവും ജനസംഖ്യയുള്ള കോർപ്പറേഷൻ എന്ന് പറയാവുന്ന മുംബൈ കോർപ്പറേഷനിൽ അധികാരം പിടിച്ചിരിക്കുകയാണ്. ഇതൊക്കെ അവരുടെ ടാക്ടിക്സാണ്. ഇത് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനമായ ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡു ഇപ്പോൾ നീങ്ങുന്നത്. നായിഡുവിന് പ്രധാനമായും അദ്ദേഹത്തിന് ഭയമുള്ളത് അദ്ദേഹം വീണ്ടും ജയിലിലേക്ക് പോകുമോ. അമരാവതി പ്രോജക്റ്റ് അഴിമതിയുമായി ബന്ധപ്പെട്ടാണല്ലോ അദ്ദേഹത്തിന് മുൻ സർക്കാർ, ജഗൻമോഹൻ സർക്കാർ കുടുക്കിയതും ജയിലിലായതും. പിന്നീടാണ് BJPയുമായി വീണ്ടും സഖ്യം ചേർന്നത്. 2014 സഖ്യം ചേർന്ന് ഇടക്കാലത്ത് BJPയുമായി തമ്മിൽ തെറ്റി BJPയും ജഗൻമോഹനും ചേർന്നാണ് തനിക്ക് പാരമണിഞ്ഞത് എന്ന് വളരെ വ്യക്തമായതിനു ശേഷം നായിഡു ഒരു വേള അന്വേഷിച്ച് രാഷ്ട്രീയത്തിനകത്തെ പുതിയ ഫോർമുലകളെ മനസ്സിലാക്കിയാണ് നായിഡു ഇപ്പോൾ BJPയുമായി കൂട്ടുകെട്ടുണ്ടാക്കിയത്. തൻ്റെ ആപത്ഘട്ടത്തിൽ കൂടെ നിന്ന് സഹായിക്കാൻ മുൻകൈയെടുത്ത പവൻ കല്യാണിന് അങ്ങനെ ഉപമുഖ്യമന്ത്രി സ്ഥാനമൊന്നും കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്നിട്ട് കൂടി 21 MLA-മാരുണ്ടെങ്കിലും പവൻ കല്യാണിന് ഒരു പ്രോത്സാഹനം എന്ന രീതിയിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനവും കൊടുത്തു. ഇവിടെ എടുത്തു പറയേണ്ടത് 16 MP-മാരുള്ള TDP ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും പിന്തുണ പിൻവലിച്ചാൽ മുങ്ങിപ്പോകാവുന്ന ഒരു തോണിയാണ് BJPയുടെ ഇപ്പോഴത്തെ കേന്ദ്ര മന്ത്രിസഭ. അത് ഏത് നിമിഷവും ചീട്ടുകൊട്ടാരം പോലെയാകാം. അത് BJP നേതാക്കൾക്ക് നന്നായി മനസ്സിലായത് സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയം BJP നേതാക്കൾക്ക് ഇരുട്ടടി പോലെയായി. അത് ഫലവത്തായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറാൻ പോകുന്നത് നരേന്ദ്രമോദിക്കും ഇപ്പോഴത്തെ ഈ ഭരണകൂടത്തിൻ്റെ ഈ സെറ്റപ്പിനുമാണ് എന്നുള്ള തിരിച്ചറിവ് നേതാക്കളെ വല്ലാതെ അലട്ടുകയാണ്. ബീഹാറിൽ എന്തുകൊണ്ടാണ് BJP മുഖ്യമന്ത്രിയെ വേണം എന്ന ആഗ്രഹമുണ്ടെങ്കിലും തൽക്കാലം നിതീഷിനെ പിണക്കാതിരിക്കുന്നത്? 12 MP-മാരുള്ള JDU-ലെ MP-മാരെ ചാക്കിട്ട് പിടിക്കാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ട് നിതീഷിന് നന്നായി അറിയാമെങ്കിൽ പോലും നിതീഷുമായി പരസ്യമായ ഒരു ഉടക്കിന് തയ്യാറല്ലാതെ ഇപ്പോഴും BJP അണിയറയിൽ സൂത്രങ്ങളുമായി നിൽക്കുകയാണ്. കോൺഗ്രസിൻ്റെ 6 MLA-മാരെ ചാടിച്ചു. അത്തരത്തിൽ പല ടാക്ടിക്സും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും താൽക്കാലികമായി ഒരു വാഗ്വാദത്തിനോ ഒരു ഏറ്റുമുട്ടലിനോ പോകാതിരിക്കുകയാണ്. നായിഡുവിനെ ശക്തമായ ഒരു നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ അയൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായ ആന്ധ്രയിലെ പഴയ വിശ്വസ്തനായിരുന്ന രേവന്തിനെ ഒപ്പം കൂട്ടി കോൺഗ്രസ് നേതാക്കൾ നായിഡുവിനെ വിശ്വാസത്തിലെടുക്കാനുള്ള ശ്രമമാണ്. നായിഡുവുമായി കോൺഗ്രസിന് കാലം ഇതുവരെയും സഖ്യമൊന്നും ഉണ്ടായിരുന്നില്ല. YSRന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ വൈരാഗിയായിരുന്നു നായിഡു. എന്നാൽ പോലും YSRന്റെ മകനോടുള്ള രീതിയല്ല ഇപ്പോൾ കോൺഗ്രസ് അവലംബിക്കുന്നത്. വാസ്തവത്തിൽ YSRന്റെ മകൻ കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കാൻ കാരണക്കാർ കോൺഗ്രസ് തന്നെയാണെങ്കിലും തെറ്റുകൾ മനസ്സിലാക്കി തിരുത്താനുള്ള അവസരം, അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്.